ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിങ്ങളെ വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായി കാണണം എൻ്റെ പൊന്നു മനുഷ്യന്മാരെ. അതായത് ഇന്നലെ ഫാത്തിമ തഹ്ലിയ ഇടപെട്ടിട്ട് ഒരു വൃത്തികെട്ടവനെ പിടിച്ചിട്ടുണ്ട്. അതായത് ഫാത്തിമ തഹ്ലിയയുടെ ഫോട്ടോ വളരെ വളരെ മോശമായി അപ്ലോഡ് ചെയ്ത കുറേ അവന്മാരുണ്ട്. അതിൽ ഒരുത്തനാരെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന കാര്യം, ഒന്ന്, തൃക്കരിപ്പൂരിനെ വിറപ്പിച്ച സന്ദീപ് വാര്യർ. അതായത് തൃക്കരിപ്പൂരിൽ LDFന്റെ ആര് നിന്നാലും, ഒരു എക്സാമ്പിൾ പറയാം, നാളെ തൃക്കരിപ്പൂരിൽ എലക്ഷൻ എന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. ഞാനൊരു LDF കാരനെന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. ഞാൻ പോയി തൃക്കരിപ്പൂരിൽ നിൽക്കുന്നു, അതായത് എലക്ഷനിൽ മത്സരിക്കുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. പൊന്നു മനുഷ്യന്മാരെ, ഞാൻ ഒന്നും ചെയ്യണ്ട, മിണ്ടാണ്ട് എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങിയാൽ മതി. LDF സ്ഥാനാർത്ഥി എന്ന പേരിൽ മിണ്ടാണ്ട് കിടന്നുറങ്ങിയാൽ മതി. ഞാൻ ജയിക്കുന്നത് 30,000 അല്ലെങ്കിൽ 40,000 വരുന്ന വലിയൊരു ഭൂരിപക്ഷത്തിലാണ്. അതായത് LDFന്റെ കോട്ടയാണ്. അവിടെ ആര് നിന്നാലും LDF ജയിക്കുന്ന അത്രയും വലിയൊരു കോട്ടയാണ് തൃക്കരിപ്പൂർ. എന്നാൽ ആ കോട്ടയെ തകർന്ന് തരിപ്പണമാക്കിയിട്ട് സന്ദീപ് വാര്യർ അവിടെ ജയിക്കുകയാണ്. പൊന്നു മനുഷ്യന്മാരെ, അതിനുശേഷം നമ്മുടെ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിന് ചെയ്യുന്ന കാഴ്ച നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോവും. അവിടുത്തെ BJPക്കാർ, അവിടെ ആകെയുള്ളത് കുറച്ച് BJPക്കാരാണ്, അവർ പോലും കൈയടിക്കുകയാണ്. അവർ പോലും പറയുകയാണ്, ഇനി ഞങ്ങൾ സന്ദീപിനെ വോട്ടിടും. സന്ദീപ് ഏത് ചിഹ്നത്തിൽ നിന്നാലും, സന്ദീപ് സ്വതന്ത്ര ചിഹ്നത്തിൽ നിന്നാലും ഞങ്ങൾ ഇനി സന്ദീപിനെ മാത്രം വോട്ടിടുമെന്ന് അവർ പോലും പറയുകയാണ്. നമ്മുടെ സന്ദീപ് വാര്യർ ചെയ്ത എന്തിനു വേണം, അവിടുത്തെ ഒരു ഉസ്താദ്, അൻസാരി സുഹരി ഉസ്താദ്, ഈ പറയുന്ന സന്ദീപ് വാര്യരെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ദൃശ്യവും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വെച്ചു തരാം. നിങ്ങൾ ഓരോരുത്തരും ക്ലിയറായി കൃത്യമായിട്ട് കേൾക്കണം പൊന്നു മനുഷ്യന്മാരെ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഫാത്തിമ തഹ്ലിയ കാരണം നിങ്ങളുടെ വീട്ടിൽ, അതായത് നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, അവൾ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനെ ചില വൃത്തികെട്ടവന്മാർ എടുത്തിട്ട് വളരെ വളരെ മോശമാക്കിയിട്ട് മോശ രീതിയിൽ എഴുതിയിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, പൊന്നു മനുഷ്യന്മാരെ, അവർക്ക് 8ന്റെ പണി കിട്ടും. അതായത് ഒരു വൃത്തികെട്ടവനെ പിടിച്ചിട്ടുണ്ട്. അവൻ ആരെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫാത്തിമ തഹ്ലിയ അതിനെ കുറിച്ചിട്ട് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ആ ഒരു വീഡിയോ നമുക്ക് കേൾക്കാം. അതിനുശേഷം ഒരുത്തനെ പിടിച്ചിട്ടുണ്ട്, അത് ആരെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ സർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൾച്ചറൽ അജണ്ടയുടെ ആവശ്യമുണ്ട്. പുതിയ കാലത്തെ നവമാധ്യമങ്ങളുടെ ഒക്കെ ഇടപെടലുകളിലൂടെ നമ്മളുടെ ഓരോരുത്തരുടെയും സാംസ്കാരികമായിട്ടുള്ള നിലവാരം ഏത് രൂപത്തിലാണ് പോകുന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ഒരു നിയമസഭാ സാമാജികയായി ഇങ്ങനെ ഒരു അവസരത്തിൽ ഒരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. സോഷ്യൽ മീഡിയ സർ, അത് ഇറഗുലേറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും എന്തും പറയാം എന്നുള്ള രൂപത്തിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. 100% ശരിയല്ലേ? അതായത് ചിലരൊക്കെ ഫാത്തിമ തഹ്ലിയയുടെ ഫോട്ടോ വെച്ചിട്ട് എൻ്റെ പൊന്നു മനുഷ്യന്മാരെ വളരെ വളരെ മോശമാക്കിയിട്ട്, എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ഒരു സ്ത്രീക്കും അങ്ങനെ ഒരു ഗതി വരരുത്. അതായത് ചിലർക്കൊക്കെ അത് നന്നാവും. സമൂഹത്തിൽ നല്ല രീതിക്ക് ജീവിക്കുന്ന പെൺകുട്ടികൾക്ക് അത് ഒരിക്കലും വക്കത്തില്ല. അങ്ങനെയുള്ള ഒരു വൃത്തികെട്ടവനെ പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ വെച്ചു തരാം, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. നമുക്ക് എന്തായാലും ഫാത്തിമ തഹ്ലിയ പറയുന്ന ബാക്കിയും കൂടി കേട്ടു നോക്കാം. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ആ സമയം അവരെ പിടിച്ചു നിർത്തി നിങ്ങൾക്ക് നിയമവിധേയമായിട്ടുള്ള കാര്യങ്ങൾ പോലീസിന് മുൻപിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കോടതിയുടെ മുമ്പിലോ ഹാജരാക്കാൻ പറ്റും. പക്ഷേ മുഖമില്ലാത്ത എത്രയോ മനുഷ്യർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകളെ ചീത്ത വിളിക്കുന്നത്, മാന്യമല്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്നത് ഒരു സ്ത്രീ എന്നുള്ള രൂപത്തിൽ നിയമസഭാ സാമാജിക എന്നുള്ള രൂപത്തിൽ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പൊന്നു മനുഷ്യന്മാരെ, നിയമസഭ തുടങ്ങിയ ചരിത്രത്തിൽ ഇന്നവരെ ഇങ്ങനെ ഒരു സ്ത്രീയും പ്രസംഗിച്ചിട്ടില്ല. അതായത് ഇവർ എന്ത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാനൊരു ഫോട്ടോ കണ്ടു, ഫാത്തിമ തഹ്ലിയയുടെ ഫോട്ടോ. അതായത് വളരെ ഏതോ ഒരു നടി, അതായത് നടിമാരെ നിങ്ങൾക്ക് അറിയാലോ, അവർ ഓപ്പൺ ആയിട്ട് നടക്കും. ആ നടിയുടെ ശരീരം വെച്ചിട്ട് ഫാത്തിമ തഹ്ലിയയുടെ മുഖം വെച്ചിട്ട് ചില വൃത്തികെട്ടവന്മാർ വാർത്ത കൊടുക്കുകയാണ്, പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വൃത്തികെട്ടവനെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ടു നോക്കാം. ഇത് ആദ്യത്തെയോ അവസാനത്തെയോ കാര്യമല്ല. വർഷങ്ങളായി സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മുതൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ സഭയിലെ ഒരു അംഗം അവർക്കുണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം സംസ്ഥാന സർക്കാരിന് മുമ്പിൽ കൊണ്ടുവന്നത്. ആ സമയത്ത് സംസ്ഥാന സർക്കാർ അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന രൂപത്തിലുള്ള നിലപാടെടുത്തു. പക്ഷെ അതേസമയം മറ്റുള്ള സ്ഥാനാർത്ഥികൾ ഈ കേരളത്തിലെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് അവർ മറന്നുപോയി എന്നുള്ളത് സർ ഞാൻ അങ്ങേ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു പോസ്റ്റർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇത് AI കാലമാണ്. ആർക്കും എവിടെയും ഏത് രൂപത്തിലുമുള്ള പോസ്റ്റർ തയ്യാറാക്കാൻ പറ്റും. വിശ്വസനീയമായിട്ടുള്ള രൂപത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ട്
എന്റെ വ്യക്തിത്വത്തെ ഞാൻ എന്റെ എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തി എന്നുള്ളതിലപ്പുറത്തേക്ക് ഞാൻ പ്രതിനിധീകരിക്കുന്ന ഒരു സമൂഹത്തിനെ കൂടി അങ്ങയുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. പൊന്നു മനുഷ്യന്മാരെ, ഓക്കെ, ഇതിന് സ്പീക്കർ തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. അവനെ 3 ദിവസത്തിനുള്ളിൽ പിടിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. സൈബർ പോലീസാണ്, അവന് എവിടെ ഉണ്ടെങ്കിലും പിടിക്കും. ഓക്കെ, ഞാനൊരു വിഷയം പറയാം. അതായത് ഇവൻ തുളസി വിനോദ് എന്നാണ് ഈ വൃത്തികെട്ടവന്റെ പേര്. ഇവൻ ഏകദേശം 12,000 പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് അക്കൗണ്ട് ആണ്, നിലവിൽ അത് പ്രൈവറ്റ് ആണ്, കേസാവുമെന്ന് പേടിച്ചിട്ട്. അപ്പോൾ ഇവൻ ഫാത്തിമ തഹലിയയുടെ ഫോട്ടോ വളരെ വളരെ മോശമാക്കിയിട്ട്, ഫാത്തിമ തഹലിയ എന്നല്ല, വലിയൊരു കാമഭ്രാന്തനാണ്, എല്ലാവരുടെ ഫോട്ടോ എടുത്തിട്ടും വളരെ വളരെ മോശമാക്കിയിട്ട്, ഒരു കാര്യം പറയുകയാണെങ്കിൽ നടിമാരുടെ ഫോട്ടോ എടുത്തിട്ട് അവർ പറയാത്ത കാര്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വളരെ മോശമാക്കിയിട്ട് പ്രചരിപ്പിക്കുന്ന ഒരുത്തനാണ് ഈ തുളസി വിനോദ് എന്ന് പറയുന്ന ഒരാള്. ഇവന് പേഴ്സണലി പോയി മെസ്സേജ് അയച്ചു, എന്തിനാണ് ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ എനിക്ക് തന്ന റീപ്ലൈ, പൊന്നു മനുഷ്യന്മാരെ, ഇത് വായിക്കാൻ പറ്റത്തില്ല, നിങ്ങളിന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. വീണ്ടും ഞാൻ പറഞ്ഞു, നിനക്കെതിരെ കേസ് കൊടുക്കും. അപ്പോഴും ഇവൻ പേടിക്കാതെ ഇങ്ങനെ നോക്കൂ, നിങ്ങൾ ഇങ്ങനെ മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ ഇവന്റെ ധൈര്യം എന്തെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവന് ഇന്ത്യ രാജ്യത്തില്ല, അതാണ് ഇവന്റെ ധൈര്യം. ഒരു കാര്യം പറയാം, നീ ജനിച്ച നാടല്ലേ ഇന്ത്യ, ഈ കേരളത്തിലേക്ക് എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് വരാൻ പറ്റുമല്ലോ. എന്തായാലും ഒരു ദിവസം നീ ഫാത്തിമ തഹ്ലിയെ കുറിച്ചിട്ട് വളരെ വളരെ മോശമാക്കിയിട്ട് നീ വീഡിയോ ഇട്ടിട്ടില്ലേ, നിനക്കെതിരെ ഞാനും കേസ് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ ഉമ്മക്കാണ് അവൻ വിളിച്ചത്. അപ്പോൾ ഉറപ്പായിട്ടും നീ എന്ന് നാട്ടിൽ കാലുകുത്തുന്നോ അന്ന് നിന്നെ പിടിക്കും. അഥവാ നീ നാട്ടിലുള്ളവനാണെങ്കിൽ മോനെ എല്ലാം റെഡി ആയിക്കോ, പെട്ടെന്ന് തന്നെ നിന്നെ പിടിക്കപ്പെടും. പൊന്നു മനുഷ്യന്മാരെ, ഇവന്റെ ഈ വൃത്തികേട് ആർക്കെങ്കിലും എൻ്റെ വീഡിയോ ഇപ്പോൾ ഒരു 1000 പേര് കണ്ടാൽ ചിലപ്പോൾ ഒരുത്തനെങ്കിലും ഇവനെ അറിയുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ വീഡിയോ 4 ആളിലേക്ക് എത്താൻ വേണ്ടിയിട്ടും ഫാത്തിമ തഹ്ലിയയൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം. ഇത് വലിയ വലിയ ഉന്നതരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ ഇപ്പൊ തന്നെ ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് സന്ദീപ് വാര്യർ വിഷയത്തിലേക്ക് കടക്കാം. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, സൈഡിൽ നിങ്ങൾ കാണുന്നത് സന്ദീപ് വാര്യർ ആണ്. അതായത് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയാണ് സന്ദീപ് വാര്യർ. ഇവിടെ ഇരുന്ന് എന്താണ് ചെയ്യുന്നത്? ഓരോ പാവപ്പെട്ട മനുഷ്യന്റെ കണ്ണീര് കേൾക്കുകയാണ് സന്ദീപ് വാര്യർ. അതായത് എന്ത് പ്രശ്നമുണ്ട്, വലിയ ഭീമമായ പ്രശ്നമാണെങ്കിൽ ആ സമയത്ത് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നമ്മുടെ സന്ദീപ് വാര്യർ. നോക്കൂ, നമ്മുടെ നാടിന്റെ ഒരു MLA നമ്മളോട് വന്നിട്ട് നമ്മുടെ കഷ്ടപ്പാട് ചോദിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഇതാണ് കോൺഗ്രസിൽ നമ്മൾ ജയിപ്പിച്ചാൽ കോൺഗ്രസിന്റെ MLA മാർക്കുള്ള ക്വാളിറ്റി. പൊന്നു മനുഷ്യന്മാരെ, ഞാൻ സോഷ്യൽ മീഡിയ ഫുൾ ടൈം യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ കണ്ണിൽ LDF പ്രവർത്തകരൊന്നും ഇങ്ങനെ ചെയ്യുന്നത് കാണുന്നില്ല. അഥവാ കണ്ടാൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യും. ഞാനിവിടെ പറയുന്നത് രമേശ് പിഷാരടിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് ഞാൻ നാളെ കൊണ്ടുവരാം. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, അത്രയും ജനകീയനാണ് ഈ പറഞ്ഞ സന്ദീപ് വാര്യർ. അവിടെയുള്ള ത്രികരിപ്പൂർ, കാസർഗോഡാണ്, ഞാനും കാസർഗോഡുകാരനാണ്. പക്ഷെ എനിക്ക് 10-20 കിലോമീറ്റർ ഉണ്ട്. എല്ലാവരും പറയുന്നത് ഞങ്ങളെ ഭാഗ്യം എന്ന് പറയുകയാണ്. അവിടെ മുസ്തഫയാണ് ജയിക്കേണ്ടത്, അവരുടെ മണ്ഡലമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുസ്തഫ ജയിക്കാത്തത് ദൈവ കരുണ കൊണ്ടെന്ന് അവിടുത്തെ നല്ലവരായിട്ടുള്ള സന്ദീപ് വാര്യരെ സ്നേഹിക്കുന്നവർ പറയുകയാണ്. എന്തായാലും പൊന്നു മനുഷ്യന്മാരെ, നമുക്ക് എന്തായാലും സന്ദീപ് വാര്യരെ കുറിച്ചിട്ട് അൻസാരി ദുഹരി ഉസ്താദ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് വെച്ച് തരാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു സ്പീച്ച് കേൾക്കണം. ഭഗവാൻ ശ്രീരാമന്റെ പേര് പറഞ്ഞുകൊണ്ട് നിർമ്മിച്ച ശ്രീരാമക്ഷേത്രത്തിൽ ഭക്തർ നിക്ഷേപിച്ച നാണയത്തുട്ടുകൾ വരെ അടിച്ചു മാറ്റുന്ന നിലയിലേക്ക് ഈ രാജ്യത്ത് BJP പോയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു. അയോധ്യയിലെ ക്ഷേത്രത്തിലേക്ക് കോടാനുകോടി രൂപ സംഭാവന ചെയ്ത് ആ പണമൊന്നും ഇപ്പൊ കാണാനില്ല. അതെല്ലാം BJPയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും നേതാക്കന്മാർ അവിടുന്ന് മോഷ്ടിച്ചെടുത്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഞാൻ നേരത്തെയും ഈ സഭയിൽ പറഞ്ഞിട്ടതാണ്, വിശ്വാസം എന്നുള്ളത് BJPക്ക് കേവലമായിട്ടുള്ള പൊളിറ്റിക്കൽ ടൂൾ മാത്രമാണ്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ ഇടതുപക്ഷവും അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് പണം മോഷ്ടിച്ച BJPയും തമ്മിൽ എന്ത് മാറ്റമാണുള്ളത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, പൊന്നു മനുഷ്യന്മാരോട് ഒരു കാര്യം പറയുകയാണ്. നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ മുസൽമാനാണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും പൊന്നു മനുഷ്യന്മാരെ, അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന പൈസ ആര് കക്കുന്നുണ്ടെങ്കിലും, ഉസ്താദന്മാരാണെങ്കിലും സ്വാമിമാരാണെങ്കിലും പള്ളിയിലച്ചന്മാരാണെങ്കിലും അത് തെറ്റല്ലേ? നമ്മുടെ വിശ്വാസത്തിന് എന്തർത്ഥമാണുള്ളത്? ചിലർ പറയുകയാണ് അയോഗ്യ വിഷയം എന്തിന് ചർച്ച ചെയ്യുന്നു എന്ന്. അതായത് നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങള് അവിടെ കട്ടത് വിളിച്ച് പറയുമ്പോൾ പറയുകയാണ് അത് എന്തിന് അതിനൊക്കെ വാർത്ത കൊടുക്കുന്നു എന്നൊക്കെ. ഇത് എന്തൊരു ചോദ്യമാണ്? അതായത് ആര് കട്ടാലും അതൊക്കെ വളരെ വളരെ മോശമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കോ അവരൊക്കെ എന്ത് മനുഷ്യന്മാരാണ്? അവരെല്ലാം അടിച്ച് പുറത്താക്കേണ്ടത്. പൊന്നു മനുഷ്യന്മാരെ,
നമ്മുടെ സന്ദീപ് വാര്യർ ഫുട്ബോളിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. CPM-നെ മെസ്സി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കത് കേട്ട് നോക്കാം. സെന്റർ ഫോർ ഫുട്ബോൾ എക്സലൻസ് തൃക്കരിപ്പൂരിൽ സ്ഥാപിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ പറയണ്ട. നിങ്ങൾ മെസ്സിയെ കൊണ്ടുവരുന്ന പറ്റിച്ചുകൊണ്ടാണ് നിങ്ങൾ അപ്പുറത്തിരിക്കേണ്ടി വന്നത്. ഓർക്കണം. അതുകൊണ്ട് ഫുട്ബോൾ പ്രേമികളെ പറ്റിച്ചുകൊണ്ടാണ് നിങ്ങൾ അപ്പുറത്തിരിക്കുന്നത്. സർ, മെസ്സിയെ കൊണ്ടുവരുന്നത് പറ്റിച്ചിട്ടാണ് സർ അവർ അപ്പുറത്തിരിക്കുന്നത്. സർ, അതൊന്ന് പറഞ്ഞോട്ടെ. ലീഡർ പേരിൽ ഒരു സെന്റർ ഫോർ ഫുട്ബോൾ എക്സലൻസ്, ആ ഫുട്ബോൾ സ്റ്റേഡിയം ഒരു സെന്റർ ഫോർ ഫുട്ബോൾ എക്സലൻസ് ആയി തൃക്കരിപ്പൂരിൽ സ്ഥാപിക്കണം. അവിടെ ആധുനിക രീതിയിലുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങൾ, ലോകോത്തര നിലവാരം ഹെൽത്ത് ക്ലബ്ബ്, ശാസ്ത്രീയമായ ഫുട്ബോൾ പരിശീലനം ഉൾക്കൊള്ളണം. സർ, ഒരു കാര്യം കൂടി പറഞ്ഞു സർ. അവർ ബഹളം വെക്കുന്നുണ്ടാ സർ. ലോകത്തെ ഏറ്റവും വലിയ സെൽഫ് ഗോള് ആന്ദ്രേ എസ്കോബാർ നേടിയ സെൽഫ് ഗോൾ എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം PM ശ്രീ പദ്ധതി സഭയിൽ ഉന്നയിച്ചപ്പോ ഈ പ്രതിപക്ഷമാണ് ആന്ദ്രേ എസ്കോബാറിനേക്കാൾ വലിയ സെൽഫ് ഗോൾ നേടിയതെന്ന് എനിക്ക് മനസ്സിലായി സർ. സെൽഫ് ഗോളാണ് സർ അടിക്കുന്നത്. ഈ ഫുട്ബോൾ പ്രേമികളെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് സർ അവ അപ്പുറത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആ ഗതി നേരിട്ടത്. CPM അല്ലെങ്കിൽ എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, എല്ലാ ദിവസവും CPM ഭരിക്കുമ്പോൾ റിപ്പോർട്ടറിൽ മെസ്സി അടുത്ത ആഴ്ച മെസ്സി വരും. ഇത് സന്ദീപ് വാര്യർ വെരി ഗുഡ്. ഓക്കെ പൊന്നു മനുഷ്യന്മാരെ, അൻസാരി സുഹരി ഉസ്താദ് സന്ദീപ് വാര്യരെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തേക്ക് വരുമ്പോൾ എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച വിജയം ആരുടെയാണെന്നറിയോ? കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഞാൻ പറയും സന്ദീപ് വാര്യരുടെയാണ്. സന്ദീപ് വാര്യരുടെ ഭൂതകാലം നമുക്കറിയാം. നമ്മളെയൊക്കെ വല്ലാതെ വേദനിപ്പിച്ച പല സംസാരങ്ങളും, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ പലപ്പോഴും അദ്ദേഹം കടന്നാക്രമിച്ചിട്ടുണ്ട്. പറയാമെന്നതിൻ്റെ പാരമ്യത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആ ആശയത്തിൽ നിന്നൊക്കെ മാറി മിതത്വത്തോടുകൂടി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ പാരസ്പര്യത്തോടുകൂടി സംസാരിക്കാൻ തുടങ്ങിയപ്പം എല്ലാം നമ്മൾ മറന്നില്ലേ? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സന്ദീപ് വാര്യർക്കെതിരെ മത്സരിച്ചതാരാ? VPP മുസ്തഫ. സമുദായം നോക്കി, പേര് നോക്കി നമ്മൾ ആരെങ്കിലും വോട്ട് ചെയ്തു? ഇല്ല. സന്ദീപ് വാര്യരുടെ ഭൂതകാലം നോക്കി VPP മുസ്തഫക്ക് വോട്ട് ചെയ്തോ? ഇല്ല. മറിച്ച് സന്ദീപ് വാര്യർ ഇന്ന് പാരസ്പര്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ആ സമഭാവനയുടെ മനോഭാവത്തിലേക്ക് എത്തിയപ്പം എല്ലാവരും, എല്ലാ സമുദായം അദ്ദേഹത്തിനൊപ്പം നിന്നാണ്ടില്ലേ? ഇപ്പം തൃക്കരിപ്പൂർ അദ്ദേഹം മത്സരിച്ചു. അവിടെ മുസ്ലിം സമുദായം വളരെ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. നമ്മളെല്ലാം മറന്നുകൊണ്ട് അദ്ദേഹം എന്തെല്ലാം പറഞ്ഞു അതെല്ലാം ഹൃദയത്തിൽ നിന്ന് പോയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി വോട്ട് ചെയ്ത് അദ്ദേഹം 4000-ഓളമാണെന്ന് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം. അദ്ദേഹത്തെ നമ്മൾ വിജയിപ്പിച്ചല്ലോ. നമുക്കെല്ലാവരോടും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ 1000 വട്ടം വർഗീയവാദി എന്ന് പറയുമ്പോഴും ഒരു RSSകാരനോടും ഒരു BJPക്കാരനോടും വ്യക്തിപരമായി ഒരു തരത്തിലുള്ള വൈരാഗ്യം, ഞാൻ എൻ്റെ കാര്യം പറയാൻ എനിക്കില്ല, ഒരാളോടും ഇല്ല. ആശയത്തോടുള്ള വിയോജിപ്പ് മാത്രമേ ഉള്ളൂ. അന്ധമായ മുസ്ലിം വിരോധം, അന്ധമായ ന്യൂനപക്ഷ വിരോധം, അന്ധമായ ഒരു സമൂഹത്തോടുള്ള വെറുപ്പ്, ഇതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ആവശ്യമില്ലാത്ത അനാവശ്യ വർത്തമാനം, ഏതിനും മതം കലർത്തുന്ന ഈ ഒരു സ്വഭാവത്തോടുള്ള ദേഷ്യം മാത്രമേ ഉള്ളൂ. നാളെ ഒരു BJPക്കാരൻ ആത്മാർത്ഥതയില്ലാതെ പോലും നമുക്കെല്ലാവർക്കും ഒന്നിച്ചു പോകണം, നമ്മളെല്ലാവരും സഹോദരങ്ങളാണെന്ന് ഒരു വാക്ക് നിന്റെ വായിന്ന്. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. എനിക്ക് പേഴ്സണലി സന്ദീപ് വാര്യരെ ഇഷ്ടം. ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇറങ്ങുന്നുണ്ട്. നമ്മളിപ്പോൾ ആരെയെങ്കിലും ജയിപ്പിച്ച് വിട്ടാൽ ജയിച്ചവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ സന്ദീപ് വാര്യർ ജനകീയനാണ്, ഇനിയും ജനകീയനാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വരാം. ബൈ.